സോ ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന് അല്ലെങ്കിൽ ലോസിന് എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? സോ കോസസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് 4 മേജർ കോസുകളാണ്. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങളാണ് ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിനായിട്ട് പറയുന്നത്, അതിന് നഷ്ടത്തിനുള്ള കാരണം. അവരെ നമ്മൾ ദ 4 ഈവിൽ ക്വാഡ്രേറ്റ് എന്ന് പറയണം. അതിനെ ഒരു പരിഹാസ പേരിലാണ് നമ്മൾ പറയുന്നത് ദ 4 ഈവിൽ ക്വാഡ്രേറ്റ്. എന്തൊക്കെയാണ് ആ 4 ഈവിൽ ക്വാഡ്രേറ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. സോ ഈ പറഞ്ഞ 4 കോസുകളും നോക്കുമ്പോൾ എല്ലാം ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ് ആണ്. സോ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസ് കാരണമായിട്ടുള്ള റീസൺ. സോ ഏറ്റവും എന്താ പറയുക, വേൾഡ് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രോബ്ലംസ് തന്നെയാണ് ഈ പറഞ്ഞ 4 കാരണങ്ങളും. സോ 4 മേജർ ആക്ടിവിറ്റീസിൽ ആദ്യത്തെയാണ് നമ്മൾ പറയുന്നത് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അവരുടെ ആ ഹാബിറ്ററ്റ്, ഓർഗാനിസത്തിന് ജീവിക്കേണ്ട ആ ഹാബിറ്ററ്റ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് ഫ്രാഗ്മെൻറ്റഡ് ആവുക. അപ്പോൾ ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുവഴി അവർക്ക് അവിടുത്തെയുള്ള സ്പീഷീസുകൾ ഇല്ലാണ്ടാവുന്നു. സോ അതെന്താണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമാകുന്നു. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെയും എനിമൽസും എക്സ്റ്റിങ്ക്റ്റ് ആവാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം തന്നെയാണ് എന്ത്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത് more than 14% ഓഫ് എർത്ത് ലാൻഡ് സർഫസ്, എർത്തിൻ്റെ ലാൻഡ് സർഫസിൻ്റെ 14% അധികം ഉണ്ടായിരുന്നത് എന്താണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളാണ്. ആ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഇപ്പോൾ കവർ ചെയ്യണത് നൗ കവർ 6%. 6% മേലെ ഒട്ടും തന്നെ ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളില്ല. അത്രമാത്രം സ്പീഡിൽ അത് ഡിസ്ട്രോയിഡ് ആയിക്കൊണ്ടിരിക്കുക, ബീയിങ് ഡിസ്ട്രോയിഡ് വെരി ഫാസ്റ്റ്. സോ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. സോ ഈ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷനിലുള്ള ആദ്യത്തെ എക്സാമ്പിളാണ് ആമസോൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ. അത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ 14% മേലെ എർത്തിൻ്റെ ലാൻഡ് സർഫസ് കവർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 6% മേലെ ഇല്ല. അത് കാരണം അത്രയും സ്പീഡിൽ ആ ഏരിയ അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റെയിൻ ഫോറസ്റ്റുകളൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അതിനെ വിളിക്കുന്ന പേര് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്. പ്ലാനറ്റിൻ്റെ ലങ്സ് എന്നാണ് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ വിളിക്കുന്നത്. ആ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ അത് കട്ട് ചെയ്ത് ക്ലിയർ ആയി തുടങ്ങി. അതിനെ ഒരുപാട് ഡീഫോറസ്റ്റേഷൻ വേണ്ടി നശിപ്പിച്ച് അത് ക്ലിയർഡ് ആവാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? കുറേ സോയാബീൻസ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഗ്രാസ് ലാൻഡ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബീഫ് കാറ്റിലിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഫോറസ്റ്റുകളൊക്കെ ഗ്രാസ് ലാൻഡുകളായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ആമസോൺ റെയിൻ ഫോറസ്റ്റുകളൊക്കെ കട്ട് ആൻഡ് ക്ലിയർഡ്, അതിനൊക്കെ നാശം സംഭവിച്ചു തുടങ്ങി. അവിടെയൊക്കെ കട്ട് ചെയ്ത് മാറ്റി ക്ലിയർ ചെയ്ത് കുറേയൊക്കെ സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടും പിന്നെ അവിടെയുള്ള ഫോറസ്റ്റുകളൊക്കെ ഗ്രാസ് ലാൻഡുകളായിട്ടും കൺവേർട്ട് ചെയ്തു ബീഫ് കാറ്റിൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രയും അവിടെ ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് നഷ്ടം, അവിടുത്തെ ഹാബിറ്ററ്റ് നഷ്ടപ്പെട്ടു, ഹാബിറ്ററ്റ് ലോസ് സംഭവിച്ചു. സോ ഇത്രയും ടോട്ടൽ ലോസ് പോരാണ്ട് ഈ ഡിഗ്രഡേഷൻ, ഈ ഹാബിറ്ററ്റിൻ്റെ ഡിഗ്രഡേഷൻ ദാറ്റ് ലീഡ് ടു പൊല്യൂഷൻ. സോ ഹാബിറ്ററ്റ് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ ഈ നഷ്ടം മാത്രമല്ല, ഫൈനലി അതൊരു പൊല്യൂഷനിലേക്കും കൂടിയാണ്, മലിനീകരണത്തിലേക്കും കൂടിയാണ് അത് ലീഡ് ചെയ്യുന്നത്. സോ ഒരുപാട് ഹാബിറ്ററ്റുകൾ ഇതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. ഓൾസോ അവർ ത്രെട്ടൻ ചെയ്യുന്നത് സർവൈവൽ ഓഫ് മെനി സ്പീഷീസ്. സോ ഒരുപാട് ഹാബിറ്ററ്റുകൾ പൊല്യൂട്ടഡായി, അതുവഴി ഒരുപാട് സ്പീഷീസുകൾക്ക് അത് ഭീഷണിയായിട്ടുണ്ട്. സോ ഡ്യൂ ടു വേരിയസ് ആക്ടിവിറ്റി നമ്മുടെ ലാർജ് ഹാബിറ്ററ്റ് ബ്രോക്കൺ അപ്പ് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്, വലിയ ഹാബിറ്ററ്റുകളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
ബ്രോക്കൺ അപ്പ് ചെയ്ത് സ്മോൾ ഫ്രാഗ്മെൻറ്റുകളായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയുള്ള വേരിയസ് ആക്ടിവിറ്റി മൂലം മാമൽസ്, അതുപോലെ ബേർഡ്സ്. സോ മാമൽസിനും ബേർഡ്സിനും ഒരുപാട് ലാർജ് ടെറിറ്ററി, അത്രയും ടെറിറ്ററി തന്നെ വേണം, അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവരുടെ ആ ഹാബിറ്ററ്റൊക്കെ നഷ്ടപ്പെട്ടു, ഫ്രാഗ്മെൻറ്റഡായി. സോ ലാർജ് ഹാബിറ്ററ്റൊക്കെ സ്മോൾ ഫ്രാഗ്മെൻറ്റഡായി. അതാണ് നമ്മൾ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അത്രയും ലാർജ് ടെറിറ്ററി ആവശ്യമുള്ള മാമൽസിനും ബേർഡ്സിനും അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടു, അത് സ്മോൾ ഫ്രാഗ്മെൻറ്റഡായി. അതുപോലെ സെർട്ടൺ എനിമൽസ്, ചില മൈഗ്രേറ്ററി ബേർഡ്സ്, അവരെയൊക്കെ ഒരുപാട് ഈ ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹാബിറ്ററ്റ് ലോസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാരണം എന്ത്? ഫൈനലി പോപ്പുലേഷൻ ഡിക്ലൈൻ ആവാൻ തുടങ്ങി. സോ ഇതാണ് ആദ്യത്തെ റീസൺ. കോസ് ഓഫ് 4 മേജർ കോസിൽ ആദ്യത്തെ ഈവിൽ ക്വാഡ്രേറ്റ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന്, ലോസിനുള്ള മെയിൻ ഒന്നാമത്തെ കാരണം ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. സോ ട്രോപ്പിക്കൽ റെയിൻ 14% മേലെ എർത്തിൻ്റെ ലാൻഡ് സർഫസിൽ ഉണ്ടായിരുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഇപ്പോൾ വെറും 6% മേലെ ഇല്ലാണ്ടായി. അത്രയും സ്പീഡിൽ അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ട് ആൻഡ് ക്ലിയർഡായി. സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാനും ആ ഫോറസ്റ്റിനെ ഗ്രാസ് ലാൻഡാക്കി കൺവേർട്ട് ചെയ്ത് ബീഫ് കാറ്റൽ റേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും അപ്പോൾ അവിടുത്തെ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് അല്ലെങ്കിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിനും അവിടെയും ഹാബിറ്ററ്റ് ലോസ് സംഭവിച്ചു. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ഹാബിറ്ററ്റ് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഒരുപാട് പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുകയും അതുവഴി ഒരുപാട് സ്പീഷീസുകൾക്ക് അത് അവരുടെ സർവൈവലിന് ഒരു ഭീഷണിയാവാനും തുടങ്ങി. ഇനി വലിയ വലിയ ഹാബിറ്ററ്റുകളൊക്കെ ചെറുതാക്കി സ്മോൾ ഫ്രാഗ്മെൻറ്റുകളാക്കി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്മോൾ ഫ്രാഗ്മെൻറ്റുകളാക്കിയപ്പോൾ അവിടെ മാമൽസ്, ബേർഡ്സ് പോലെ ഒരുപാട് ടെറിറ്ററി റീജിയൻ ആവശ്യമുള്ള അവർക്കും അതുപോലെ തന്നെ ചില അനിമൽ സ്പീഷീസിനും മൈഗ്രേറ്ററി ബേർഡ്സിനെയൊക്കെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുകയും അതുവഴി പോപ്പുലേഷൻ ഡിക്ലൈനാണ്, പോപ്പുലേഷൻ വളരെയധികം കുറയാനും തുടങ്ങി. രണ്ടാമത്തെ കോസ് എന്ന് പറയുന്നത് ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ കോസ് എന്ന്, രണ്ടാമത്തെ കോസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അമിതമായ രീതിയിൽ ചൂഷണം ചെയ്യുക. സോ ഹ്യൂമൻസ് എപ്പോഴും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി, എസ്പെഷ്യലി ഫുഡ്, ഷെൽട്ടർ പോലെയുള്ള പല ആവശ്യങ്ങൾക്കും ഹ്യൂമൻസ് ഒരുപാട് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ എന്നു മുതലാണോ ആ ആവശ്യം, നീഡ് എന്ന് പറഞ്ഞത് ടേൺ ചെയ്ത് ഒരു ഗ്രീഡായിട്ട് മാറാൻ തുടങ്ങിയത്, വെൻ നീഡ് ടേൺസ് ടു ഗ്രീഡ്, ഒരാവശ്യം ഒരു ആർത്തിയായിട്ട് ഗ്രീഡായിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ അതിനെ വിളിച്ച പേരാണ് നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ മനുഷ്യൻ ഈ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോഴും എന്താണ് സംഭവിച്ചത്? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. സോ ഒരുപാട് സ്പീഷീസുകൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്ത 500 വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് സ്പീഷീസുകൾക്ക് എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെല്ലാ സീ കൗ, ഒരു അക്വാട്ടിക് ആയിട്ടുള്ള അനിമൽ, പിന്നെ പാസഞ്ചേഴ്സ് പീജിയൻ. സോ സ്റ്റെല്ലാ സീ കൗ ആൻഡ് പാസഞ്ചേഴ്സ് പീജിയനൊക്കെ ഹ്യൂമൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം വംശനാശം സംഭവിച്ച 2 ഓർഗാനിസംസാണ്. അതുപോലെ ഇപ്പോൾ അറ്റ് പ്രസൻ്റായിട്ട് ഒരുപാട് മെറൈൻ ഫിഷിനെ ഓവറായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നു ഓൾ അറൗണ്ട് ദ വേൾഡ്. സോ ലോകത്താകമാനം ഒരുപാട് മെറൈൻ ഫിഷുകളെ ഓവർ ഹാർവെസ്റ്റ് ചെയ്ത് അതുവഴി ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, ചില കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്പീഷീസുകൾക്ക് അവരുടെ എക്സിസ്റ്റൻസിന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഒരുപാട് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ അവരുടെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസിന് ഒരുപാട് വംശനാശ ഭീഷണി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് 2 ഈവിൽ ക്വാഡ്രേറ്റ്, ഒന്ന് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ മൂന്നാമത്തെ കാരണമാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഒരു ഫോറിൻ വെറൈറ്റി അല്ലെങ്കിൽ ഫോറിൻ സ്പീഷീസിൻ്റെ അധിനിവേശം. സോ അങ്ങനെ ഒരു ഫോറിൻ വെറൈറ്റി അല്ലെങ്കിൽ ഫോറിൻ സ്പീഷീസ് ഒരു നേറ്റീവ് വെറൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമാകുന്നു. സോ വെൻ ഏലിയൻ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ അല്ലെങ്കിൽ വേറെ സ്ഥലത്തു നിന്നുള്ള ഒരു സ്പീഷീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ
അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഒരു പക്ഷേ പർപ്പസ്ഫുള്ളി അറിഞ്ഞുകൊണ്ടാവാം, അല്ലെങ്കിൽ അറിയാതെ ആവാം. സംഭവം ക്യാരി ചെയ്തിട്ട് വരാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് ആവാം. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതുപോലത്തെ ഒരു ഏലിയൻ സ്പീഷീസിനെ ആ ഒരു പുറത്തുനിന്ന് ഇവിടുത്തെ ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ മിക്കവാറും ആ ഇൻവേസീവ് ആയിട്ടുള്ള ഈ സ്പീഷീസുകളുള്ള ഇൻവേസീവ് ആവാൻ തുടങ്ങും. പെട്ടെന്ന് അവരവിടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെയുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്പീഷീസുകൾക്ക് അതവർ ഭീഷണിയാവുകയും അവരുടെ എണ്ണം കുറയാനും തുടങ്ങുന്നു. അങ്ങനെ ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങുന്നു. സോ അതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷനെ കുറിച്ച് പറയുന്നത്. സോ നമ്മളൊരു ഫോറിൻ സ്പീഷീസിനെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു സ്പീഷീസിനെ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സംഭവം എങ്ങനെയോ ക്യാരി ചെയ്ത് കൊണ്ടുവരും, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഏത് റീസണിൻ്റെ പേരിലാണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ലീഡ് ടു ഡിക്ലൈൻ ആൻഡ് എക്സ്റ്റിങ്ഷൻ. അവിടെയുള്ള നേറ്റീവ് വെറൈറ്റിയുടെ ഡിക്ലൈൻ, എണ്ണം കുറയുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ എക്സ്റ്റിങ്ക്റ്റ് ആവാനും തുടങ്ങും ഓഫ് ഇൻഡിജിനസ് സ്പീഷീസ്. അവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിജിനസ് ആയ സ്പീഷീസുകൾ ഒന്നുകിൽ ഡിക്ലൈൻ ആവും, അല്ലെങ്കിൽ അവർ വംശനാശം സംഭവിച്ച് അവിടുന്ന് ഇല്ലാണ്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ മൂന്നാമത്തെ കാരണമാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ബിക്കോസ് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏലിയൻ സ്പീഷീസുകളൊക്കെ മിക്കവാറും അവരുടെ എവിടേക്കാണോ വന്നേ അവിടെ അധിനിവേശം ഉണ്ടാകും. അവരവിടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇൻവേസീവ് നേച്ചറാണ് അവർക്കുള്ളത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത് നൈൽ പേർച്ച്. സോ നൈൽ പേർച്ച് എന്ന് പറയുന്നത് ഒരു ഫിഷാണ്. സോ നൈൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. സോ ഈസ്റ്റ് ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പെർച്ച് എന്ന് പറഞ്ഞ ആ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് അവസാനം എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 200 സ്പീഷീസ്, 200 സ്പീഷീസിനേക്കാളും അധികം, അത്രയും സ്പീഷീസിനേക്കാളും മേലെ അവിടെയുള്ള നേറ്റീവ് വെറൈറ്റി ഉള്ള സിക്ലിഡ് ഫിഷ്, ആ ലേക്കിലുള്ള സിക്ലിഡ് ഫിഷിന് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി. അവരൊക്കെ അവിടുന്ന് ആ ഫിഷിന് ഭീഷണിയാവാൻ തുടങ്ങി ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത നൈൽ പെർച്ച്. സോ നൈൽ പെർച്ച് ഈ പറഞ്ഞ ലേക്ക് വിക്ടോറിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ ആ യുണീക്കായിട്ടുള്ള 200ഓളം സ്പീഷീസ് സിക്ലിഡ് ഫിഷുകൾക്ക് എന്താ വെച്ചാൽ അവർക്ക് അവിടെ ഡാമേജ് ഉണ്ടായി, അവരവിടെ ആ ലേക്കിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി. സോ ഒരു ഫോറിൻ സ്പീഷീസിനെ ആ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിജിനസ് സ്പീഷീസിന് നാശം സംഭവിച്ച് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ അവരവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവും. ഈ നൈൽ പെർച്ച് എന്ന് പറഞ്ഞ ആ ഫിഷ് ഒരുപാട് പാരസൈറ്റുകളും ഡിസീസ് കോസിങ് ആയിട്ടുള്ളതൊക്കെ ക്യാരി ചെയ്യുന്ന ഒരു ഫിഷാണ്. സോ അവിടെയുള്ള നേറ്റീവ് വെറൈറ്റിക്കൊക്കെ അത് വളരെയധികം ഭീഷണിയായിട്ടാണ് അവിടെയുള്ള ഇൻഡിജിനസ് സ്പീഷീസുകളായ ഈ സിക്ലിഡ് ഫിഷുകളൊക്കെ ആ ലേക്കിലുള്ളത് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങിയത്. സോ നമ്മുടെ എൻവയോൺമെൻറ്റിലും ഇതുപോലെ ഒരുപാട് ഡാമേജ് അല്ലെങ്കിൽ ഭീഷണിയായിട്ടുള്ള ത്രെട്ട് വരുന്ന ഒരുപാട് വെറൈറ്റികളുണ്ട്. സോ നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ നേറ്റീവ് സ്പീഷീസിന് ഡാമേജ് അല്ലെങ്കിൽ ത്രെട്ട് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡാമേജിന് കാരണക്കാരനാവുന്ന ഒരുപാട് ഇൻവേസീവായിട്ടുള്ള വീടുകളെക്കുറിച്ച്, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയ വീടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾസാണ് ക്യാരറ്റ് ഗ്രാസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്യാരറ്റ് ഇമ്പോർട്ട് ചെയ്ത് വന്നു വീട്ടിൻ്റെ കൂടെയെന്ന്. പാർത്തീനിയം, അത് ഒരു ഇൻവേസീവായിട്ടുള്ള വീടാണ്. അതുപോലെ ലെൻറ്റാന, അതൊരു പ്ലാന്റാണ്, അതൊരു പെറിനിയൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ്, അതും ഇൻവേസീവാണ്. വാട്ടർ ഹയാസിന്ത് അഥവാ ഐക്കോർണിയ, നമ്മുടെ കുളവാഴ, അതും ഒരു ഇൻവേസീവായിട്ടുള്ള വീടാണ്. സോ ഇതുപോലത്തെ ഇൻവേസീവായിട്ടുള്ള വീടുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നേറ്റീവ് വെറൈറ്റി അല്ലെങ്കിൽ നേറ്റീവായിട്ടുള്ള ആ സ്പീഷീസുകളെ ഇവിടെ ഇൻവേസീവ് വീടുകൾ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ നേറ്റീവായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പീഷീസുകൾക്ക് എക്സ്റ്റിങ്ക്റ്റ് ആവാനായിട്ട് കാരണമാണ്. അങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഡാമേജ് സംഭവിക്കുന്നു. സോ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, റീസെൻ്റായിട്ട് ഇല്ലീഗലി ഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. സോ റീസെൻ്റായിട്ട് നമ്മുടെ ആഫ്രിക്കൻ കാറ്റ് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ആഫ്രിക്കൻ കാറ്റ് ഫിഷാണ് ക്ലാരിയാസ് ഗാരിപ്പൈൻസ്. സോ ആഫ്രിക്കൻ കാറ്റ് ഫിഷായ ക്ലാരിയാസ് ഗാരിപ്പൈനസ് അതിനെ അക്വാകൾച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇല്ലീഗലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നിയമപരമല്ലാത്ത രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് അവസാനം ഫൈനലി ലെഡ് ടു
ത്രെറ്റ് ടു ഇൻഡിജീനസ് കാറ്റ് ഫിഷസ് ഇൻ അവർ റിവർ. സോ നമ്മുടെ റിവറുകളിലുള്ള ആ നാച്ചുറലായിട്ടുള്ള ഇൻഡിജീനസ് ആയിട്ടുള്ള കാറ്റ് ഫിഷിനൊക്കെ ഒരുപാട് ഭീഷണിയായി തീർന്നു. ഏത് ഇല്ലീഗലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആഫ്രിക്കൻ കാറ്റ് ഫിഷായ ക്ലാരിയസ് ഗാരിപ്പൈനസ് എന്ന് പറഞ്ഞത്. അത് അക്വാകൾച്ചറിന് വേണ്ടിയിട്ടാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ അത് അവസാനം നമ്മുടെ ഇൻഡിജീനസ് ആയിട്ടുള്ള നമ്മുടെ റിവറിൽ കാണുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള കാറ്റ് റിവർ പോലത്തെ ഫിഷുകൾക്കൊക്കെ ഒരുപാട് ഭീഷണി ഉണ്ടാക്കി. സോ ഏത് തരത്തിലുള്ള ഏലിയൻ സ്പീഷീസുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്പീഷീസിനെ ഏലിയൻ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആ നേറ്റീവ് വെറൈറ്റികൾക്ക് നാശം സംഭവിക്കും. ഫൈനലി അതവിടെ എക്സ്റ്റിങ്ക്റ്റ് ആവാനും കാരണമാകുന്നു. അങ്ങനെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയുന്നു. സോ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ കാരണമാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഏലിയൻ സ്പീഷീസിനെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആ ഇൻഡിജീനസ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു കാരണം. ഇനി നാലാമത്തെ കാരണം, ആ ഈവിൽ ക്വാർട്ടറ്റിലെ നാലാമത്തെ കാരണമാണ് കോ എക്സ്റ്റിങ്ഷൻ. സോ കോ എക്സ്റ്റിങ്ഷനും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമാകും. അതായത് ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ, വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, അതൊരു പ്ലാന്റോ അനിമൽ സ്പീഷീസ് അസോസിയേറ്റഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും, സോ ഏതെങ്കിലും അസോസിയേഷൻഷിപ്പുള്ള രണ്ട് സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ അവർക്ക് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ആ സ്പീഷീസ് ഇല്ലെങ്കിൽ ആ മറ്റേ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങുന്നു. സോ തമ്മിൽ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുള്ള പ്ലാന്റ് അനിമൽ സ്പീഷീസിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ മറ്റേ സ്പീഷീസും ഓട്ടോമാറ്റിക്കലി എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങും. അതിനെ വിളിക്കുന്ന പേരാണ് കോ എക്സ്റ്റിങ്ഷൻ. ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിന് ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അവർ തമ്മിൽ ആ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ആ രണ്ട് സ്പീഷീസിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എക്സ്റ്റിങ്ക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോ എക്സ്റ്റിങ്ഷൻ. ഒരുമിച്ച് രണ്ട് സ്പീഷീസും ആ മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പുള്ള പ്ലാന്റ് അനിമൽ ഏത് സ്പീഷീസുകളാണോ അവർ തമ്മിൽ ഒരുമിച്ച് എക്സ്റ്റിങ്ക്റ്റഡ് ആവും. ഒന്ന് കഴിഞ്ഞാൽ മറ്റേതും ഓട്ടോമാറ്റിക്കലി എക്സ്റ്റിങ്ക്റ്റഡ് ആകുമ്പോഴാണ് അതിനെ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ പ്ലാന്റ് അനിമൽ സ്പീഷീസിൽ അതിലൊരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഏത് സ്പീഷീസ് ആണോ അതിനോട് ഒബ്ലിഗേറ്റഡ് റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ആ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങുന്നു. ഇനി വേറെ ഉള്ളത് നമ്മുടെ ഹോസ്റ്റ് ഫിഷ് സ്പീഷീസുകളാണ്. അവിടെ ഒരു അസംബ്ലേജ് ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റ് ഫിഷ് സ്പീഷീസിൽ അതിലേതെങ്കിലും സ്പീഷീസിന് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ അവരുടെ അസംബ്ലേജായ പാരസൈറ്റിനും ഇത് തന്നെയാണ്. സോ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ പാരസൈറ്റിനും ഇത് തന്നെ സംഭവിക്കുന്നു. അവരും എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങുന്നു. പിന്നീട് അത് പ്ലാന്റ് പോളിനേറ്റർ. നമ്മൾ ആ പ്ലാന്റ് പോളിനേറ്റർ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് കോ ഇവോൾവ് മ്യൂച്വലിസം റിലേഷൻഷിപ്പിൽ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസിൽ നമ്മൾ മ്യൂച്വലിസം പഠിച്ചു. ആ മ്യൂച്വലിസത്തിൽ ആ പ്ലാന്റ് പോളിനേറ്റർ കോ ഇവോൾവ്ഡ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ടെന്ന് പഠിച്ചു. സോ കോ ഇവോൾവ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് പോളിനേറ്റർ മെക്കാനിസത്തിൽ എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു സ്പീഷീസ് പ്ലാന്റോ അല്ലെങ്കിൽ പോളിനേറ്ററോ, പ്ലാന്റ് സ്പീഷീസോ അല്ലെങ്കിൽ പോളിനേറ്ററോ, ഇതിൽ ഏതെങ്കിലും ഒന്നിന് എക്സ്റ്റിങ്ക്ഷൻ സംഭവിച്ചാൽ, നാശം സംഭവിച്ചാൽ, ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ സ്പീഷീസും കൂടി എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങും. സോ പ്ലാന്റിൻ്റെ സ്പീഷീസ് ഇല്ലെങ്കിൽ, ആ പ്ലാന്റ് സ്പീഷീസ് ഇല്ലെങ്കിൽ പോളിനേറ്ററിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പോളിനേറ്റർ ഇല്ലെങ്കിൽ ആ പ്ലാന്റ് സ്പീഷീസിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ പ്ലാന്റ് പോളിനേറ്റർ മെക്കാനിസത്തിലും അവിടുത്തെ റിലേഷൻഷിപ്പിലും അതിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് അതർ സ്പീഷീസ്. സോ ഇതൊക്കെയാണ് കോ എക്സ്റ്റിങ്ഷൻസിൻ്റെ എക്സാമ്പിൾ. സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ കാരണങ്ങളാണ് നമ്മൾ 4 കാരണങ്ങൾ പറഞ്ഞു. ദ ഈവിൽ ക്വാർട്ടറ്റ്, ദ 4 ഈവിൽ ക്വാർട്ടറ്റ്. ഒന്നാമത്തേതായിരുന്നു ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. രണ്ടാമത്തേതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. മൂന്നാമത്തേതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. നാലാമത്തേതാണ് കോ എക്സ്റ്റിങ്ഷൻ. ഈ 4 മേജർ കാരണങ്ങളാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിന് പ്രധാനമായിട്ടും പറയുന്നത്.